ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 36ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? ശിവ പാർവണയും കൂട്ടി തിരിച്ചവളുടെ വീട്ടിലേക്ക് പോയി. തിരിച്ചുള്ള യാത്രയിൽ അവർ ഇരുവർക്കിടയിൽ ഒരു മൗനം നിലനിന്നിരുന്നു. നീ രാമച്ചന്റെ മുറിയിൽ കയറിയ പോലെ എൻ്റെ മുറിയിലേക്ക് വന്നിരുന്ന? ശിവ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഞാൻ കയറിയെന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റേ കവളുകൂടെ അടിച്ചു പൊട്ടിക്കും. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ കൂടെ പറ്റില്ല. അതുകൊണ്ട് കയറിയില്ല എന്ന് പറയാം. അതാ എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പാർവണ അടി കിട്ടിയ കവളിൽ കൈവച്ചുകൊണ്ട് വിചാരിച്ചു. ഇല്ല സാർ, ഞാൻ സാറിൻ്റെ മുറിയിൽ കയറിയിട്ടേ ഇല്ല. അവൾ നിഷ്കുവായി പറഞ്ഞു. നീ പറയുന്ന കള്ളാന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. നീ സത്യം പറ, നീ എൻ്റെ മുറി കയറിയിരുന്നു അല്ലേ? ശിവ അത് ശാന്തമായാണ് ചോദിച്ചത്. സോറി സാർ, ഞാൻ പാട്ട് കേട്ടപ്പോൾ അറിയാതെ കയറിയതാ. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഷിറ്റ്, അപ്പം അത് ഇവളായിരുന്നു. സത്യാന്ന് കരുതി ഞാൻ. ശിവ മനസ്സിൽ പറഞ്ഞു. എന്താ അവളെ ഫേസ് ചെയ്യാൻ പിന്നെ അവന് ഒരു മടി തോന്നി. പിന്നെ വീടെത്തുന്നവരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പാർവണിയുടെ വീടിന് മുന്നിലെത്തിയതും ശിവ കാറ് നിർത്തി. പാർവണ കാറിൽ നിന്നിറങ്ങിയതും ഒപ്പം ശിവയും പുറത്തേക്ക് ഇറങ്ങി. പാർവണിയുടെ ഒപ്പം അവനും വീട്ടിലേക്ക് നടന്നു. ദേവാ! സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ ശിവ ഉറക്കെ വിളിച്ചു. ഇയാൾ എന്തിനെങ്ങനെ വിളിച്ചു പോവണേ? അങ്ങോട്ട് തന്നെയല്ലേ പോണേ, പിന്നെന്താ ഇത്ര ദേവാന്ന് വിളിക്കാൻ? പാർവണ പിറുപിറുത്തോണ്ട് പറഞ്ഞു. സത്യത്തിൽ അത് ദേവയ്ക്കുള്ള ഒരു സിഗ്നലായിരുന്നു. അകത്ത് ദേവ ഉണ്ടായിരിക്കുമെന്നും ഒപ്പം തന്നെ രേവതി ഉണ്ടായിരിക്കുമെന്ന് ശിവയ്ക്ക് അറിയായിരുന്നു. ശിവയുടെ വിളി കേട്ട് സോഫയിൽ ഒരുമിച്ചിരുന്ന രേവതിയും ദേവയും വേഗം എഴുന്നേറ്റു. രേവതി അടുക്കളയിലേക്ക് പോവുകയും ദേവ എന്തോ ബുക്ക് വായിക്കുന്ന പോലെ അടുത്തുള്ള ചെയറിൽ ഇരിക്കുകയും ചെയ്തു. ആ, നിങ്ങൾ വന്നാ? രേവതി അറിയാത്ത പോലെ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വന്നതുകൊണ്ടല്ലേ ഞാനിവിടെ വടി പോലെ നിൽക്കണേ? പാർവണ അത് പറഞ്ഞ റൂമിലേക്ക് പോവാൻ നിന്നു. രേവതി അവളെ തടഞ്ഞു നിർത്തി. ഇതെന്താ പറ്റിയ തുമ്പി? അവളുടെ അടികൊണ്ട കവിളിൽ തൊട്ടുകൊണ്ട് രേവതി ചോദിച്ചു. ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു. രേവതി തൊട്ട ഭാഗത്ത് വേദനയാൽ പാർവണ എരി വലിച്ചു. ഇതെന്താ ഇങ്ങനെ ചുവന്ന് കിടക്കണേ? രേവതി വീണ്ടും ചോദിച്ചു. എന്നാൽ പാർവണ ഒന്നും മിണ്ടാകാതെ ശിവയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്തത്. നീ ഇവിടെ തല്ലിയോ ശിവ? രേവതി ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ശിവ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? സത്യത്തിൽ ഇവള് കാരണല്ലേ രാമച്ചന് ചെറിയൊരു മാറ്റമാണെങ്കിലും ഉണ്ടായത്? ദേവ ദേഷ്യം വിടാതെ തന്നെ ചോദിച്ചു. ആ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ അവളെ തല്ലിയത്. അതിന്റെ കാരണം അവൾക്കും അറിയാം, എനിക്കും അറിയാം, ശിവ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇത് ശരിയായില്ല ശിവ. ഇവളെന്റെ പെങ്ങളെ പോലെയാണെന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ട് നീ സോറി പറ. ദേവ ശിവയെ നോക്കി പറഞ്ഞു. സോറിയോ? ഞാനോ? അതും ഇവളോട്? ഐ കാൻ മാൻ. സോറി പറയാൻ മാത്രം അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അത് തെറ്റാണെങ്കിൽ തന്നെ ആ തെറ്റിന് പിറകിൽ ഒരു ശരിയുണ്ട്. ശിവ ഇരു കൈകളും കെട്ടി പാർവണിയെ നോക്കിയാണ് അത് പറഞ്ഞത്. ശിവ നീ! ദേവ എന്തോ പറയാൻ നിന്നും പാർവണ അത് തടഞ്ഞു. സാരമില്ല സാർ, എനിക്ക് പരാതിയും പരിഭവം ഒന്നുമില്ല. അത് പറഞ്ഞ പാർവണ നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. ദേവു, താൻ അവളുടെ കവളി കുറച്ച് ഐസ് വെച്ച് കൊടുക്കുക. ഈ ആനക്കൈ കൊണ്ട് അടിച്ചിട്ട് അതിന് മുഖത്തിൽ കൂടുതലൊന്നും പറ്റാന്ന് തന്നെ ഭാഗ്യം. ദേവ അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഒപ്പം ശിവയും. ആരുടെയാണ് ആനക്കൈ? പുറത്തേക്ക് ഇറങ്ങിയ ശിവ ദേവിയുടെ പുറത്ത് തല്ലിക്കൊണ്ട് ചോദിച്ചു. എന്റെ അമ്മേ, നിന്റെ കൈ എന്തിരുമ്പാണാ? വെറുതെ തല്ലുമ്പോ തന്നെ എന്തൊരു വേദനയാ. അപ്പൊ ശരിക്കും തല്ലുമ്പോ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വേദനിച്ച് കാണുമെന്ന്. ദേവ പുറ ഒഴിഞ്ഞുകൊണ്ട് ശിവയെ നോക്കി പറഞ്ഞു. ശിവയുടെ മുഖത്തും എന്തോ കുറ്റബോധം നിലനിന്നു. പക്ഷെ അവൻ അത് വേഗം മറച്ചു വെച്ചു. വേദനിച്ചോട്ടെ, എനിക്കെന്താ? അത് പറഞ്ഞ ശിവ കാറി കയറി. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥത്തിൽ ദേവിയും കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. ദേവ കൂടി കാറിൽ കയറിയതും ശിവ കാറ് സ്റ്റാർട്ട് ചെയ്തു. തിരികെ വീട്ടിലേക്ക് പോയി. അവർ പോയതും രേവതി വേഗം പാർവണിയുടെ മുഖത്ത് ഐസ് വെച്ചു കൊടുത്തു. അവളുടെ മുഖഭാവം കണ്ട് നല്ല വേദനയുണ്ടെന്ന് രേവതിക്കും മനസ്സിലായി. വേദന ഒന്ന് കുറഞ്ഞപ്പോൾ പാർവണ അവിടെ ദേവയുടെ വീട്ടിൽ വെച്ചുണ്ടായ എല്ലാ കാര്യങ്ങളും രേവതിയോട് പറഞ്ഞു.
ശിവയുടെ കാര്യം ഒഴികെ അന്നത്തെ ദിവസം പരാതിയും പരിഭവം പറച്ചിലുമായി കടന്നുപോയി. രാമച്ചന്റെ അസുഖം കുറച്ചു പറഞ്ഞ് ശിവയെ സന്തോഷപ്പെടുത്തിയിരുന്നു. ഉള്ളിൽ പാർവണിയോട് ചെറിയൊരു സഹതാപവും തോന്നിയിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും പാർവണിയുടെ കവിളിലെ അടിച്ച പാടെല്ലാം മാറിയിരുന്നു. രാവിലെ തന്നെ അവർ ഇരുവരും റെഡിയായി ഓഫീസിലേക്ക് പോയി. പാർവണ അവളുടേതായ ജോലികളിൽ ഏർപ്പെട്ടു. ഒപ്പം ശിവയുടെ മുന്നിലേക്ക് പോകാനുള്ള അവസരങ്ങളിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറി. ശിവയോട് സ്നേഹമുണ്ടെങ്കിലും എന്തോ ഒരു ദേഷ്യം അവനോട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ മുന്നിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ശിവയാകട്ടെ താൻ ഇന്നലെ ബോധമില്ലാതെ അവളോട് അങ്ങനെയെല്ലാം പെരുമാറിയതിന്റെ ഒരു നാണക്കേട് കൊണ്ട് പാർവണിയുടെ മുന്നിലും പോകാൻ അവസരം ഉണ്ടാക്കിയില്ല. ദേവയും രേവതിയും രാവിലെ മുതൽ നല്ല തിരക്കിലായിരുന്നു. പുതിയതായി കൺസ്ട്രക്ഷൻ വർക്ക് കൂടെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിനാൽ രാവിലെ മുതൽ പല കൺസ്ട്രക്ഷൻ സൈറ്റുകളും കയറി ഇറങ്ങലായിരുന്നു അവർക്ക് പ്രധാനമായി ഉണ്ടായിരുന്നത്. വൈകുന്നേരമായിട്ടും രേവതിയെ ഓഫീസിലേക്ക് കാണാതായപ്പോൾ പാർവണ അവളെ വിളിക്കാനായി ഫോൺ എടുത്തതും രേവതിയുടെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. ഓഫീസ് ടൈം കഴിയാറായില്ലോ ദേവു, നീ ഇതെവിടെയാ? അവൾ കോൾ എടുത്തതും ചോദിച്ചു. ഞാൻ ദേവു അല്ല, ദേവിയാ. മറുഭാഗത്തു നിന്നും ദേവിയുടെ ശബ്ദം കേട്ടും പാർവണ സംശയത്തോടെ നിന്നു. ദേവ സാറോ? ദേവു ഇവിടെ? അവൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് എന്റെ വക ചെറിയൊരു ട്രീറ്റ്. രാമച്ചന്റെ അസുഖം കുറച്ച് കുറയാൻ കാരണമായതും പിന്നെ ശിവതലേനുള്ള ചെറിയൊരു പരിഹാരം. ദേവ മറുഭാഗത്തുനിന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം കേട്ടൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് പാർവണ. പുറത്തേ കാറുണ്ട്, അതിൽ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ കയറി വന്നാൽ മതി. ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നിടത്തുണ്ട്, ഇവിടേക്ക് ഡ്രൈവർ കൊണ്ടുവന്നോളും. ദേവ അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എന്തായാലും ട്രീറ്റ് അല്ലേ, പോയി കളയാം. പാർവണ അതും മനസ്സിൽ വിചാരിച്ച് വേഗം വർക്കെല്ലാം തീർത്ത് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. ദേവിയുടെ കാറ് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പാർവണ ഫോണിൽ നോക്കിക്കൊണ്ട് കാറിനരികിലേക്ക് വന്നു. കോ ഡ്രൈവർ സീറ്റിൽ ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ശിവയെ അവൾ കണ്ടത്. ഡ്രൈവർ വരുന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇയാള് കാറിലിരിക്കണേ? എനിക്ക് കാറ് മാറിയതാണ്. അവൾ കാറിലേക്ക് കയറ്റി വെച്ച കാല് തിരികെ ഇറക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. നിന്ന് സ്വപ്നം കാണാതെ വരുന്നുണ്ടെങ്കിൽ വായോ. ശിവ കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ശിവയാണ് കൂടെ വരുന്നതെന്ന് അറിഞ്ഞാൽ പാർവണ വരില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ദേവ ഡ്രൈവറാണ് കൂടെ വന്നതെന്ന് കള്ളം പറഞ്ഞത്. ശിവ കാറ് സ്റ്റാർട്ട് ചെയ്തും പാർവണ കാറിനുള്ളിലേക്ക് കയറി. പാർവണ കയറി ഡോർ അടച്ചതും ശിവ കാറ് മുന്നോട്ടെടുത്തു. അവർ നേരെ പോയത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ദേവയും രേവതി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശിവ കാറ് നിർത്തിയതും പാർവണ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ ദേവ തടഞ്ഞു. പാർവണ അവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ പിന്നെ കയറാം. അത് പറഞ്ഞ് ദേവ രേവതിയോടൊപ്പം ബാക്ക് സീറ്റിൽ കയറി. പോവാം? ശിവ പിന്നിലിരിക്കുന്ന ദേവയെ നോക്കി ചോദിച്ചു. പോകാം. അത് പറഞ്ഞു ശിവ കാറ് മുന്നോട്ടെടുത്തു. പോകുന്ന വഴി 4 പേർക്കിടയിലും ഒരു മൗനമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ശിവയും ദേവയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കണേ? ദേവ പാർവണയെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല സാർ, പാർവണ ദേവയോടായി പറഞ്ഞു. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആർദ്രവ് ഗേറ്റിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നോ? ദേവ പാർവണയോടായി ചോദിച്ചു. ഉണ്ടായിരുന്നു, ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. കുറെ നേരം കളിച്ചു, ഐസ്ക്രീം കഴിച്ചു, പിന്നെ ബലൂൺ വാങ്ങിച്ചു, മണലിൽ വീടുണ്ടാക്കി. പിന്നെ വൈകുന്നേരമാണ് വീട്ടിലേക്ക് എത്തിയത്. കണ്ണൻ തന്നെയാ ബൈക്കിൽ ഞങ്ങളെ കൊണ്ടാക്കിയതും. കണ്ണന്റെ കാര്യം പറഞ്ഞും അത്ര നേരം മിണ്ടാതിരുന്ന പാർവണ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ കണ്ണൻ എന്ന പേര് കേൾക്കാൻ തുടങ്ങിയതും ശിവയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഒപ്പം പാർവണയുടെ നിർത്താതെയുള്ള സംസാരം അവന്റെ ദേഷ്യം കൂടാൻ കാരണമായതേ ഉള്ളൂ. അതുകൊണ്ട് ശിവ വേഗം മ്യൂസിക് ഓൺ ചെയ്തു. കാറിൽ പാട്ടിന്റെ ശബ്ദം ഉയർന്നതും പാർവണ സംസാരം നിർത്തി സീറ്റിലേക്ക് ചാരിയിരുന്നു. മധുരമായ ഗാനം ആ കാറിൽ ഒഴുകി നടന്നു. എത്ര കറക്റ്റായ വരികളാണല്ലേ. എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണ്. ഓൾഡ് ജനറേഷൻ തിയറി അനുസരിച്ച് ആണിന്റെ വാരിയലിൽ നിന്നാണല്ലോ പെണ്ണിനെ സൃഷ്ടിച്ചത്. അപ്പൊ എന്റെ വാരിയൽ എവിടെയാണോ എന്തോ. നീയാണോ ശിവ അത്?
പാട്ടിന്റെ വരികൾ മൂളിക്കൊണ്ട് പാർവണ മനസ്സിൽ പറഞ്ഞു. ആ പാട്ട് കേട്ടതും ശിവ വേഗം പാട്ട് മാറ്റി മറ്റൊരു പാട്ട് വെച്ചു. ഇയാളിത് എന്തൊരു കാട്ടുമാക്കാനാ, നല്ലൊരു പാട്ടായിരുന്നു. പാർവണ പിറുപിറുത്തു. എന്തിനാ ശിവ പാട്ട് മാറ്റിയേ, നല്ല പാട്ടാ, അത് വെച്ചേ. അത് പറഞ്ഞ ദേവ കുറച്ച് മുന്നോട്ടഞ്ഞ് ആ പാട്ട് തന്നെ വെച്ചു. ശിവ ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതെന്ന് നിന്റെ മൊയ്തീൻ പാട്ടല്ലേ, ദേവ ചോദിച്ചു. അതെ, കാഞ്ചനമാല മൊയ്തീൻ പ്രണയകഥ സൂപ്പർ അല്ലേ, അത് പറഞ്ഞ് രേവതിയായിരുന്നു. പക്ഷെ എനിക്കിഷ്ടം അപ്പുവേട്ടനെയാണ്, പാർവണ തിരിഞ്ഞ് ദേവയെ നോക്കി പറഞ്ഞു. ശേഷം വീണ്ടും പാട്ട് ആസ്വദിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇനി എങ്ങാനും അപ്പുവേട്ടൻ്റെ അവസ്ഥയാവോ എനിക്കും. അങ്ങനെയൊക്കെ പ്രേമിക്കാൻ നടന്നിട്ട് അവസാനം ഞാൻ വിരഹഗാനം പാടിക്കൊണ്ട് നടക്കുമോ വരുമോ. അങ്ങനെയാണെങ്കിൽ അപ്പുവേട്ടൻ സ്റ്റൈലിൽ എങ്ങനെയാ ഞാൻ ഇഷ്ടമാണെന്ന് പറയാ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു ശിവ. പണ്ട് നീ എന്നെ പറഞ്ഞ ഒരു ചീത്തയും നിന്റെ സിഗ്നേച്ചർ പതിച്ച ഓരോ ഫയലും മനസ്സിലിട്ട് കൊണ്ടു നടന്നവളാണ് ഈ ഞാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യ ശിവ, നിനക്കെന്നെ സ്നേഹിച്ചൂടെ. എന്നെ കൊണ്ട് പറ്റില്ല പാർവണ, നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എൻ്റെ സത്യയെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10,000 ഇരട്ടി സത്യം എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. ഈ ജന്മത്തിൽ ശിവയ്ക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് സത്യം മാത്രമായിരിക്കും. പാർവണ അതാലോചിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചതും രേവതിയും ദേവയും ശിവയും ഒരേപോലെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്കെന്താ തുമ്പി പറ്റിയേ, എന്തിനോ തേക്കിരുന്ന് ചിരിക്കണേ, രേവതി അവളോടായി ചോദിച്ചു. അത് ഞാൻ പിന്നെ എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടൻ്റെ കാഞ്ചനമാലയുടെ സീൻ ആലോചിച്ച് ചിരിച്ചതാ. അതിനകത്ത് കോമഡി സീനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചിരിക്കാൻ, ദേവിയാണ് അത് ചോദിച്ചത്. അല്ലേ, ഞാൻ വിചാരിച്ചത് കോമഡിയാന്ന്, അതാ ഞാൻ ചിരിച്ചേ, അവൾ പെട്ടെന്ന് പറഞ്ഞു ഒപ്പിച്ചു. തലയ്ക്ക് സുഖമില്ലാത്ത ഇതിനെയൊക്കെ കൊണ്ടു നടന്ന് എങ്ങനെ ഇരിക്കും, അത് പറഞ്ഞ ശിവ കാറിൽ നിന്നിറങ്ങി. സ്ഥലത്തെത്തിയെന്ന് അപ്പോഴാണ് പാർവണി അറിഞ്ഞത്. രേവതി അവളെ ഒന്ന് നോക്കി കൂർപ്പിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. ആകെ നാണം കെട്ട്. പാർവണ സ്വന്തം തലക്കിട്ട് കൊട്ടിക്കൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവർ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. അവർ അധികം തിരക്കില്ലാത്ത ഒരു സൈഡിലെ ടേബിളിൽ പോയിരുന്നു. രേവതിയും പാർവണയും അടുത്തടുത്തിരുന്നു. അവർക്ക് ഓപ്പോസിറ്റായി ശിവയും ദേവയിരുന്നു. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ, ദേവ അവരെ നോക്കി ചോദിച്ചു. ഐസ്, പാർവണ എന്തോ പറയാൻ നിന്നതും രേവതി അവളുടെ കയ്യിൽ പിടിച്ചു. എന്തായാലും കുഴപ്പമില്ല സാർ, രേവതിയുടെ പിടുത്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പാർവണ പറയാൻ വന്നത് നിർത്തി മാറ്റി പറഞ്ഞു. അത് കേട്ടതും ദേവ സപ്ലയറെ വിളിച്ച് എന്തൊക്കെയോ ഫുഡ് ഓർഡർ ചെയ്തു. കുറച്ചു നേരം കൊണ്ട് തന്നെ ടേബിളിൽ കുറേ ഫുഡ് നിരന്നു. ചപ്പാത്തി, ബിരിയാണി, മസാല ദോശ, ഐസ്ക്രീം, ചിക്കൻ, ബീഫ്, ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ കഴിക്കും എന്നാലോചിച്ച പാർവണി രേവതി മുഖത്തോട് മുഖം നോക്കി. എന്താ നോക്കിയിരിക്കുന്നേ, കഴിക്കി, ദേവത് പറഞ്ഞതും പാർവണയെ രേവതിയും കഴിക്കാൻ തുടങ്ങി. പാർവണ ചപ്പാത്തിയും കറിയുമാണ് കഴിച്ചത്, രേവതി ബിരിയാണിയും. ദേവ ചപ്പാത്തിയാണ് കഴിച്ചത്. എന്നാൽ പാർവണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ചേർത്തുണ്ടാക്കിയ ഫുഡാണ് ശിവ കഴിക്കുന്നത്. അത് കണ്ട പാർവണയും രേവതി അത്ഭുതത്തോടെ നോക്കി. ദേവയ്ക്ക് അതെല്ലാം കണ്ട് പരിചയമുള്ളതിനാൽ അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ച് അവർ കൈ കഴുകി. അപ്പോഴേക്കും ദേവ ബില്ല് പേ ചെയ്തിട്ട് വന്നിരുന്നു. ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു. പാർവണയും രേവതിയും വീട്ടിലാക്കിയതിന് ശേഷം അവർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. രാത്രി പാർവണിയുടെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് കണ്ണൻ. ഞാൻ എങ്ങനെയാടി എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറയാ, ഇനി പറഞ്ഞ ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടെ ഇല്ലാതാവോ എന്നാണ് എൻ്റെ പേടി. എന്തായാലും അഞ്ജുവിൻ്റെ കല്യാണത്തിന് വരുമല്ലോ, അന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നിന്നോട് തുറന്നു പറയും, കണ്ണൻ അവളുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ ബീച്ചിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോകളാണ് അതിൽ മുഴുവൻ. ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നതും കണ്ണൻ വാട്സപ്പ് ഓൺ ചെയ്തു. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവനൊരു സംശയത്തോടെ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അകലാൻ കഴിയാത്ത കടലും കരയും പോൽ അത്രമേൽ നിന്ന് ഞാൻ പ്രണയിച്ചിരുന്നു.
നിന്നിലെ ഓരോ ഭാവവും എന്നുള്ളിൽ ഒരു തിരമാല ഉയർത്തിടുന്നേ. അത്രയും ആഴത്തിൽ ഞാൻ സ്നേഹിച്ചൊരൻ പ്രണയം. ജീവന്റെ പാതിയായി എന്നയോട് ചേരുവാൻ നീ എന്ന പ്രണയം മതി എനിക്ക്. അത്രയും മാധുര്യം നിറഞ്ഞതാണ് ആത്മാവിലണിഞ്ഞ ഈ പ്രണയം എന്ന് നിന്റെ ആത്മസഖി. ഇതാരാ ഈ ആത്മസഖി? നീ നമ്പറങ്ങാനും മാറി അയച്ചതായിരിക്കുമോ? ആവോ, റിപ്ലൈ ഒന്നും കൊടുക്കണ്ട. അവൻ മനസ്സിൽ വിചാരിച്ച് ഫോൺ ഓഫ് ചെയ്യാൻ നിന്നത് മറ്റൊരു മെസ്സേജ് കൂടെ വന്നു. ഫുഡ് കഴിച്ചോ ബേബി? ബേബിയോ? ഇതാരാ? ഹൂ അറിയോ? അവൻ തിരിച്ചയച്ചു. ബേബിക്ക് എന്നെ അറിയാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് പറഞ്ഞുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച്? ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്യും. കണ്ണൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അയ്യോ, ബ്ലോക്ക് ചെയ്യല്ലേ ബേബി? ഞാൻ സത്യമാ പറഞ്ഞേ. ഇയാൾക്കെന്നെ അറിയില്ല, പക്ഷേ എനിക്ക് ഇയാളറിയാം. അതുകൂടെ കണ്ടപ്പോൾ കണ്ണന് ദേഷ്യം തോന്നി. അവൻ അതിലെ പേര് നോക്കി. സോൾമേറ്റ്, അതാണ് കൊടുത്തിരിക്കുന്ന നെയിം. DPയുടെ ഒരു പുസ്തകത്തിൽ ആർദ്രവെന്ന് എഴുതിയിരിക്കുന്നതിൽ കൈവച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. തിരിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നില്ല. ഇതാരാ? എന്തായാലും അത്ര ശരിയല്ല ഈ മെസ്സേജ്. ചിലപ്പോൾ കളിപ്പിക്കാൻ ആരെങ്കിലും അയക്കുന്നതായിരിക്കും. കണ്ണൻ വേഗം തന്നെ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. ശേഷം നെറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു. പിന്നെ ഞാനൊന്നും കൂടെ ചോദിക്കുക, ഈ പാർവണേനെ കണ്ണന് കൊടുത്താലോ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ശിവയെ ഞാനും എടുക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ പാർട്ട് തീർന്നു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ.